ഈ പ്രണയം ഉണ്ടല്ലോ, പ്രണയം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ല. അല്ലെ സിനിമയിലെ പ്രണയമല്ലേ എൻ്റെ ഗപ്പം ഇങ്ങനെയല്ലെന്ന് ജഗതി പറയുന്ന പോലെയാ ഇത്. ഇപ്പം ഞാൻ കൊച്ചിലെ പോയി സിനിമ കാണുമ്പോഴത്തേക്കും നസീർ സാറിൻ്റെ ഒക്കെ പ്രണയമുണ്ടല്ലോ, ഇപ്പോൾ കൊണ്ട് എറിഞ്ഞു, അങ്ങനെയൊന്നും സംഭവം എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പിന്നെ മരം ചുറ്റി ഓട്ടം അതൊന്നും പറ്റുകയില്ല. പക്ഷെ അങ്ങനെ അവന് ഡാൻസ് എനിക്ക് ഒട്ടും മനസ്സിൽ പിടിക്കാത്ത എനിക്ക് എന്തൊരു കുട്ടിക്കാലം പോലെ മാൻലി അല്ല എന്നുള്ള ഫീല് പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പം എൻ്റെ സിസ്റ്ററിനെ ഡാൻസ് പഠിപ്പിക്കാൻ അച്ഛൻ അയച്ചു. അപ്പോൾ എന്നെ അയച്ചില്ല, എനിക്ക് പഠിക്കണമെന്നില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ടാക്കുന്ന കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാൻ പോയിട്ട് പെങ്ങളെ ഡാൻസ് അവിടെ പോയി ഞാൻ വേറെ ഇതുപോലെ എന്നെ പോലുള്ള അനിയന്മാരുണ്ട്, അമ്മമാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോ നമുക്ക് പറ്റുന്ന പണി അത് പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് തോന്നലായിരിക്കാം. ഇത് രണ്ടും എനിക്ക്. പക്ഷെ എന്നിട്ട് അങ്ങനെയുള്ള എന്നെ എന്ത് ഗംഭീര കാമുകന അതിനകത്ത് ഈ സോൾട്ട് ആൻഡ് പേപ്പറിലെ അതാണ് ഡയറക്ടർ എമ്മെടുക്കുക. കാണിക്കുന്നേ ഇല്ല. പക്ഷെ ഇയാളുടെ ഒരു യാത്ര ഉണ്ട് അവളോടൊപ്പം. എനിക്കൊന്ന് ആ സിനിമയിൽ ലാലിൻ്റെ പ്രണയമുണ്ട് ശ്വേത, ആസിഫ് അലിയുടെ പ്രണയമുണ്ട്. പക്ഷേ എൻ്റെ പ്രണയം ഒരു പെണ്ണ് പോലും ഇല്ല. പക്ഷെ അതിനേക്കാളിലൊക്കെ ഒരു എന്തൊരു പ്രണയമാണ് അത് ആൾക്കാരുടെ മനസ്സിലേ. ബാക്കിയുള്ളവരുടെ പ്രണയം പോലും ഇയാളുടെ പ്രണയത്തിലാണ് നിൽക്കുന്നത് അല്ലേ? പടം കണ്ടില്ലേ? എന്നിട്ട് അതിനൊരു യാത്ര ഉണ്ട്. അയാൾ പണ്ട് കോളേജ് വെച്ച് ഒരു ചാമിനാറും വലിച്ച് നിൽക്കുമ്പോൾ അവൾ ഇറങ്ങി വന്ന് കണ്ട ഓർമ്മയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമുള്ള പ്രണയമല്ലേ അത്. ഭയങ്കര ലൈഫുണ്ട് അതിനകത്ത്. ഒരു എന്താ പറയുക, അഴകുഴമ്പൻ പഞ്ചാര പ്രണയമല്ല. അതെനിക്കിഷ്ടമായി ആ പ്രണയം. വേറെ അങ്ങനെ ഒരു പ്രണയം അങ്ങനത്തെ ഒരു സിനിമകൾ അഭിനയിച്ചിട്ടില്ല അല്ലെ? ഐ മീൻ ഒരു ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പിന്നെ അങ്ങനെ പലതും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ചെത്തിപ്പൂവേ എന്നൊക്കെ പാട്ടൊക്കെ പാടി. അത് ഒരിക്കലും അല്ല. പക്ഷെ എനിക്കങ്ങോട്ട് എൻ്റെ മനസ്സിലേ, നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പ്രായമുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ചെയ്യുന്നത് എനിക്കിഷ്ടം. എനിക്കല്ല ഞാൻ പറഞ്ഞു ഞാനിന്ന് ചെറാടിക്കറിയാന്നൊക്കെ പറഞ്ഞാൽ രഞ്ജിപ്പണിക്കരോട് വടക്കുണ്ടാക്കി മേടിച്ചതാണ്. ഞാൻ മറ്റു വേറൊരു വേഷം എനിക്ക് പറഞ്ഞു. ഞാൻ ചെയ്യുന്നില്ല ഇതേ ഇവിടെ തനിക്ക് വേറെ വേഷം ഇല്ല, അത് ഞാൻ എന്നാൽ ചെയ്യുന്നില്ല. അപ്പം വയസ്സം വേഷം പിന്നെ ഉള്ളത്. അപ്പം ഞാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞ് മേടിച്ചത്. അതാരെങ്കിലും മോഡൽ ചെയ്ത് ആണ് ആരെങ്കിലും മനസ്സിൽ ആരെങ്കിലും അങ്ങനെ ആ ഒരു ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്നാണ്. അതായത് പലതാ ഒരു കഥാപാത്രം. ഇപ്പം നമ്മളൊരു ഈ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു ആ ആളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷെ നമുക്ക് പല 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 അംശങ്ങളുണ്ടല്ലോ പലരുടെ. ചെറാടിക്കറിയാവുന്ന സംഭവം അതിനകത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു. അവിടെ ഭയങ്കര പൈസക്കാരനാണ്. അന്നത്തെ കാലത്ത് ഫിയറ്റ് കാർ എന്നൊക്കെ വളരെ ഇന്നത്തെ ഒരു റോൾസ് റോയ്സ് എന്നൊക്കെ വേണേൽ പറയാം. അംബാസഡർ ആണല്ലോ. പിന്നെ ഫിയറ്റൊക്കെ പിന്നെ ഒരു പയ്യൻ ഒറ്റയ്ക്ക് അവന് വേണ്ടിയൊരു കാറെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവൻ ഫീജുസിക്കിൻ്റെ ജുബായും മുണ്ടൊക്കെ ഇങ്ങനെ പിടുത്തമാണ് പുള്ളിങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരിക. ഈ കൈക്കകത്ത് മുണ്ട് പിടിക്കുമ്പോൾ സിഗരറ്റ് കാണും, 555 സിഗരറ്റ്, ലൈറ്റ്സ് 555 അങ്ങനെ ഞാൻ കാണുന്നത് പാക്കറ്റ്. അതിൻ്റെ വരവുണ്ട് ഇങ്ങനെ കോട്ടയം ടൗണിൽ കൂടെ. എന്നുവെച്ചാൽ കോട്ടയം ടൗണൊക്കെ അവൻ്റെ ആണെന്ന് തോന്നുന്നു. കോളേജിൽ പഠിക്കുന്ന പയ്യനോ അതെനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുണ്ട്. അല്ല അത് അവന് പറ്റാത്തൊരു എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു അഹങ്കാരത്തിന് കയ്യും കാലും കെട്ടി വെച്ചതെന്ന് പറയില്ലേ, അതൊക്കെ നമുക്ക് അതവന് ഇയാളുടെ പ്രായമാണോ? അപ്പം അതിൻ്റെ ചില അംശങ്ങളാണ് എന്നിൽ അന്ന് ചില കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ അതെ അങ്ങനത്തെ ഉള്ള നമ്മളെ കണ്ട് മറന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും പെട്ടതോ ആയ കാര്യങ്ങളാണ്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും അംശങ്ങൾ കിട്ടും. അത് മനഃപൂർവ്വം അന്വേഷിച്ച് പോകുന്നതോ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇറങ്ങി ഒബ്സർവ് ചെയ്ത് കളയാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കുളിയും കഴിഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. ലൈഫിൻ്റെ ഫിലോസഫി എന്താ? എനിക്കെല്ലാം ഇന്ന് ഈ നിമിഷം. എനിക്ക് നാളെ ഇല്ല, എനിക്ക് ഇന്നലെ ഇല്ല, ഇന്ന് ഈ നിമിഷമാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറമൊന്നുമില്ല. അത് മതി എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എന്തിനാ കൂടുതൽ നാളെ പറ്റി ദൈവവിശ്വാസം ഞാൻ ശീലിച്ചിട്ടില്ല.
ഇവിടെ വിളക്ക് കത്തിക്കാറില്ല, നാമം ജപിക്കാറില്ല, അങ്ങനെ സാഹചര്യം വളർന്നതേ. അമ്മയ്ക്ക് വിശ്വാസമാണ്. അമ്മ അമ്പലത്തൊക്കെ പോകും. അമ്മ വന്ന് അമ്പലത്തിൽ പോയി നമ്മളെ ചന്ദനമൊക്കെ തൊഴിക്കും. അച്ഛന് 1% പോലും ഇല്ലായിരുന്നു. അച്ഛൻ തർക്കിക്കാനും പോകാറില്ല ആരോടും. പക്ഷേ അച്ഛൻ അസലായിട്ട് ഉപനിഷത്തുക്കളും രാമായണവും മഹാഭാരതവും ഒക്കെ അസലായിട്ട് അറിയാം. അതൊക്കെ ഉണ്ട്. അച്ഛൻ ബൂമറാങ് എന്ന നാടകത്തിനകത്ത് 2ാമത്തെ രംഗം കൃഷ്ണൻ ഗീതോപദേശമാണ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഇതാണ് ആ നാടകത്തിൻ്റെ 2ാമത്തെ രംഗം. അതൊക്കെ അച്ഛൻ അസലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അച്ഛൻ വിശ്വാസമില്ല ശകലം പോലും. പക്ഷേ ഞാൻ അമ്മ 91 മരിച്ചത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ലോസ് ഫീലിംഗ് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര വാക്കം എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് ഞാൻ മൂകാംബിയെ പോയിരുന്നു. മൂകാംബി നമ്മുടെ വേറെ ആളുടെ കൂടെ. അത് കഴിഞ്ഞിട്ടൊരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനും എൻ്റെ കൊച്ചും മോനും ഒക്കെ. അവൻ ട്രെയിനേ കയറിയിട്ടില്ല. അവൻ എന്നെ ട്രെയിനെ ഇപ്പം CK സോമൻ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനിങ്ങനെ നീ വരുന്നോ, ചുമ്മാ പോകാം. അപ്പോൾ വൈഫും പറഞ്ഞു നമുക്ക് പോകാം. ഞാൻ മൂകാംബിയെ പോയിട്ടില്ല. അമ്മ പോകാം. അല്ല, എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോയതല്ല, എന്നുവെച്ചാൽ ശീലമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി. അതെന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഞാനിപ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ ഞാനൊന്നും ചോദിക്കുക തൊഴാൻ പോലും എനിക്കറിയില്ല. എന്നൊന്നും ശീലിച്ചിട്ടില്ല. അവിടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ എങ്ങനെ ചുമ്മാ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ അതാണ് എനിക്ക് തോന്നുന്നത്. അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ എൻ്റെ മനസ്സിലുള്ള, അതെനിക്ക് ഒരിക്കലും മാറുകയില്ല. ഇപ്പോഴും അച്ഛൻ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക്, അത് ഭയങ്കരമായൊരു വിശ്വാസമുണ്ട്. അച്ഛൻ എനിക്കത് അല്ലാതെ പറ്റില്ല. എന്നെപ്പറ്റി എല്ലാവരും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അച്ഛനെ പറ്റി പറയാത്തൊരു ദിവസം ഇല്ല എനിക്ക്. അപ്പം എൻ്റെ ഈ പറഞ്ഞ എല്ലാം അച്ഛനാണ്. അപ്പം അതുകൊണ്ട് അത് വിട്ടൊരു ജീവിതം എനിക്കില്ല. എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെയാണ്. പിന്നെ ഭയങ്കര ബോണ്ടിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഞാനും എല്ലാവരും കൂടെ. വേറെ ഈ ബന്ധുക്കൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയാം. അവരൊക്കെ വിശ്വാസമുള്ളവരുണ്ട്. മൂത്തവൻ അത്ര വലിയ വിശ്വാസമില്ലെന്ന് തോന്നുന്നത്. ഇളയവൻ നല്ല വിശ്വാസം. അവൻ വലിയ വിശ്വാസി. എനിക്ക് വിശ്വാസം പോരാന്നൊക്കെ പറയുന്നവനാണ് ഞാൻ. ശരിക്കും മൂകാംബി ദൈവവിശ്വാസം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു കൺഫ്യൂഷൻ എനിക്ക്. അവിടെ പോയിട്ടും ഇത് എനിക്കറിയാം അവിടെ ഇരിക്കുന്ന വിഗ്രഹം എന്താണെന്നത് എങ്ങനെ ഉണ്ടായെന്നൊക്കെ അതൊക്കെ തോന്നുന്നു എനിക്ക് അവിടെ പോകുമ്പോൾ. അതായത് പറഞ്ഞാൽ എനിക്കെന്നാൽ പക്ഷേ എന്നാൽ എനിക്ക് അവിടെ പോകുന്നൊരു ആശ്വാസമുണ്ട്. എന്തോ അതൊരു ഈ പറഞ്ഞ അതെ. ഞാൻ ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം. അത് ശരിയാണ് എല്ലാ അർത്ഥത്തിലും. നമുക്കൊരു ധീരനായ ഒരാൾക്ക് എന്തിനാ ഒരു അവസ്ഥ ഇങ്ങനെ മുകളിലോട്ട് വെളിച്ചു നോക്കുന്നൊരവസ്ഥ വരുമല്ലോ. അതിനാളെ ദൈവത്തിനെ വിളിച്ചു പോകുന്നത്. ആദിമ മനുഷ്യനും ഒക്കെ അങ്ങനെയാണല്ലോ. കാറ്റിനെയും അല്ലേ പേമാരിയും ഇടിമിന്നലും ഒക്കെ അതിനൊക്കെ കണ്ട് ഭയന്നിട്ടായിരിക്കുമല്ലോ കൈ കിട്ടി എന്തെങ്കിലും കൊണ്ടു സമർപ്പിച്ചിട്ട് അതൊക്കെ വെച്ച് കാണും. അതൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ വലിയൊരു കല്ലിലോ. നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരുമില്ലാന്ന് തോന്നുമ്പോൾ അതന്നെ ആ വാക്ക് അച്ഛൻ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്. അച്ഛൻ പറഞ്ഞു ഞാൻ ഭീരുവല്ല, എനിക്ക് ആ മതിലും വേണ്ടാന്ന്. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ജീവിതാനുഭവങ്ങളാണ്. സിനിമയിലെ വിജയരാഘവൻ വളരെ റഫും ടഫുമാണ്. ജീവിതത്തിൽ മിക്കവാറും എല്ലാ റഫായിട്ടുള്ള റോൾസ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിലുള്ള ആള് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലേ. അങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ അങ്ങനെയൊന്നും ഭ്രമിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്നത് പിന്നിലാവിനകത്ത് അഭിനയിക്കാൻ പോകുമ്പോൾ ടൊയോട്ട കാറിലാണ് ഞാൻ പോകുന്നത്. അച്ഛനെ ടൊയോട്ട ഉണ്ടെന്ന്. അച്ഛന് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അല്ല അപ്പം അങ്ങനെ വണ്ടി അതിൻ്റെ ഭ്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. ആദ്യം ഒരു കാറ് വാങ്ങിച്ച ഡിസോട്ടോ ഡിപ്ലോമാറ്റ് എന്ന്, ഈ പണ്ടത്തെ വലിയ വണ്ടിയില്ല, ഇങ്ങനെ കുണുങ്ങി വരുന്ന വലിയ വാലും ചിറകും ഒക്കെ ഉള്ളത്. അതാണ് ആദ്യം മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. വലിയൊരു അങ്ങനത്തെ ഭ്രാന്തൊന്നും ഇല്ല എനിക്ക്. അത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. വലിയ നല്ല റോളുകൾ കിട്ടുക,
ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നല്ല റോള് കിട്ടും. അങ്ങനത്തെ റോളൊന്നും ഇല്ല എനിക്ക്. എന്ത് റോള്? അങ്ങനെയല്ല, എന്നിൽ നിന്ന് വ്യത്യസ്തനായ ആളായിരിക്കണം, ഞാനായിട്ട് ആവാൻ തോന്നരുത്. അതിനുള്ള റോളും അതിനുള്ള സിറ്റുവേഷനൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ലീല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. പടം ഓടിയില്ല, എന്ത് ചെയ്യും? അപ്പം അങ്ങനെയൊക്കെ വരുന്നത്, അതാണ് ഏറ്റവും വലിയ ഒരു വിഷമം, ദുഃഖം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ്. നമ്മൾ പിന്നെന്താ പിന്നെ ആരും വന്നു. ഇപ്പം വെബ് സീരീസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ഈ ചാനലുകൾ അവർ വേണ്ടാന്ന്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കാനിരുന്നതാ. അപ്പോൾ ഇന്ന് കേട്ടു, ഞാൻ അറിയാൻ മേല. ഞാൻ എന്തൊരു ഭരിക്കുന്നവർ അഭിനയിക്കും, അത് ഉറപ്പാണ്. സിനിമ ഇല്ലെങ്കിൽ TV സീരിയല്, ഇല്ലെങ്കിൽ നാടകം, ഇതൊന്നും ഇല്ലെങ്കിൽ തെരുക്കൂത്തെങ്കിലും കളിക്കും. കടാന്ന് അല്ലാതെ പറ്റില്ല എനിക്ക്. വേറെ ഒരു പണി അറിയാൻ മേല. പിന്നെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് അന്നേരം ആ സമയത്തെ. പിന്നെ പറഞ്ഞ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക, അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞ ഇങ്ങനെ മറ്റേ റൈഫിൾ ക്ലബ്ബ്, അയ്യോ ആ ഒരു 10, 25, 30 ദിവസം എന്ത് സന്തോഷമായിരുന്നു. അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ. ഒരു സമയത്ത് ഒരു പ്രോജക്റ്റ് അങ്ങനെയാണോ അതോ? മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ചിലപ്പം നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ചിലപ്പോൾ നിന്ന് പോയിട്ട് ചിലപ്പോൾ കയറി വരും, അങ്ങനെയൊക്കെ വരും. അതൊക്കെ ചിലപ്പം ബുദ്ധിമുട്ട് വരും. ഈ ചില ക്യാരക്ടേഴ്സിന് വേണ്ടി ഞാൻ ആ വയസ്സായിട്ടൊക്കെ അഭിനയിക്കാൻ നേരത്തെ ഞാൻ ഷേവ് ചെയ്യാതെയും മുടി വെട്ടാതൊക്കെ ഇരുന്നു. അന്നേരം വല്ലതും കയറി വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ 3 മാസത്തേക്ക് ഒന്നും ചെയ്തില്ല വേറെ. അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല, മുടി വളരാൻ വേണ്ടിയിട്ടല്ല, അത് കഥാപാത്രമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. ഒരു ദിവസം തന്നെ വേറെ ക്യാരക്ടർ അങ്ങനെ ബുദ്ധിമുട്ടില്ല അങ്ങനെ ആ ക്യാരക്ടർ അത്, ഈ ക്യാരക്ടർ ഇത്. പുതിയ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? എനിക്ക് വരാനുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷറഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ഹ്യൂമറൊക്കെ ഉള്ള ക്യാരക്ടറാണ്. അവിടെ ഓടിയ ഹ്യൂമർ